ഇവിടെ വേദം ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അഭിപ്രായം ശരിയാണ്? വേദമിരിക്കുമ്പോൾ, അറിവിരിക്കുമ്പോൾ അഭിപ്രായം ഉണ്ടോ? അപ്പോൾ അത്രയും വലിയ അറിവിനെ പകർന്നിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ആ ത്രേത സിദ്ധാന്തത്തെ മനസ്സിലാക്കാതെ നമ്മൾ പറയുകയാണ് എന്തും കഴിക്കാം, എന്തിനേയും കൊല്ലാം, എന്ത് അധർമ്മവും ചെയ്യാം. ഏറ്റവും വലിയ സങ്കടം വരുന്ന വസ്തുത, നമ്മുടെ ഈ ആചാര്യന്മാർ, ശ്രേഷ്ഠ ആചാര്യന്മാർ, നമ്മുടെ വേദപുസ്തകങ്ങളിലും ഭഗവത്ഗീതയും രാമായണവും പോലുള്ള പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ട് അതിലെ ചില ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പരമസിദ്ധനാണെന്നും ഞാൻ പരമാചാര്യനാണെന്നും വേഷഭൂഷാദികളിലും മാലാകലാപനങ്ങളിലും ഒക്കെ അങ്ങനെ ധരിച്ചിട്ട് നല്ല പീഠത്തിൽ ഇരുന്നു കൊണ്ട്, നല്ല പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിൽ സനാതന ധർമ്മത്തിനെതിരെ പ്രയോഗം നടത്തുന്നത്. സനാതന ധർമ്മികൾ പ്രാർത്ഥിക്കാനേ പാടില്ല, പ്രവർത്തിക്കുന്നവരാണ്. ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്. ആത്മശക്തിയാണ് അറിവ്. ആ അറിവിലേക്ക് മനസ്സിനെ ചേർത്ത് വെച്ച് പറ്റും. മനസ്സ് മഹാവൈഷ്ണവ ശക്തിയാൽ നട്ടവനും നനച്ചവനും നട്ടം തിരിഞ്ഞെത്തുന്നവനും വെട്ടാൻ നിൽക്കുന്നവനും ഒരുപോലെ ഫലമേകുന്ന, ഒരുപോലെ തണലേക്കുന്ന, ഒരുപോലെ ജീവനാംശമേക്കുന്ന രീതിയിലേക്ക് അറിവ് കൊണ്ടുയർന്ന് ഒരാൾക്കും കീഴ്പ്പെടുത്താനാവാത്ത വൈകുണ്ഠനാഥനെ പോലെ, അതായത് മുഴുവൻ ഖണ്ഡിതങ്ങളെയും തീർക്കുവാൻ ശേഷിയുള്ള ഭാരത മക്കളായിട്ട് മാറുവാനായിട്ട് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളുടെ പരിശുദ്ധിയോട് കൂടിയിട്ട് പരമാണുവിൽ നിന്നും ജീവാത്മശക്തിയെയും പരമാത്മശക്തിയെയും ജനിപ്പിക്കുന്ന, അതായത് സസ്യലോകത്തെയും ജന്തുലോകത്തെയും ജനിപ്പിക്കുന്ന മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരങ്ങളായിട്ട്, ജ്ഞാനാവതാരങ്ങളായിട്ട് ഉയരുന്നതിന് വേണ്ടിയിട്ടാണ്. മുഴുവൻ ജീവനാംശവും എന്തിൻ്റെതായിരിക്കണം? നമ്മൾ സ്വീകരിക്കുന്ന മുഴുവൻ ജീവനാംശവും വിഷ്ണുവിൻ്റെതാവണം, വൈഷ്ണവ ലോകത്തിൻ്റെതാവണം, ഹരിതലോകത്തിൻ്റെതാവണം. അങ്ങനെ മുഴുവൻ ജീവനാംശവും വൈഷ്ണവ ആകുമ്പോൾ നമ്മൾ സനാതന ധർമ്മികളാകും. അതല്ല, നമ്മളുടെ ആഹാരം ശവത്വമുള്ളതാണെങ്കിൽ നമ്മൾ ഒരിക്കലും സനാതന ധർമ്മത്തിൻ്റെ ഭാഗമല്ല എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞേ പറ്റൂ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സംശയം വരും, നമ്മൾ നിരായുധരായാൽ നമ്മൾ ആക്രമിക്കപ്പെടില്ലേ? നമ്മൾ വീണ്ടും അടിമകളാകില്ലേ? ഒരിക്കലുമില്ല. ഭാരതം ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. ഭാരതം ഒരു രാജ്യത്തെയും കീഴ്പ്പെടുത്തിയിട്ടില്ല. ഭാരതത്തിൻ്റെ പവിത്രത എപ്പോഴും അറിവാണ്, വേദമാണ്. ആ വേദത്തിലാണ് അഭിമാനിക്കേണ്ടത്. അറിവ് ആത്മരാമന്മാരെ സൃഷ്ടിക്കും. ആത്മരാമൻ ഒരാളെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ ആത്മരാമൻ്റെ മന്ത്രമാണ് ലോകത്ത് മുഴങ്ങുന്നത്. ആ ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ രാമന്റെ മന്ത്രം, അതെ, അത് ഇന്നും മുഴങ്ങുന്നുണ്ടെങ്കിൽ ആ രാമനാമം ജപിച്ചുകൊണ്ടാണ് ഇവിടെ അഹിംസ ചെയ്യുന്നവരെ അനുകൂലിക്കുക. നിങ്ങൾ അഹിംസ ചെയ്തോളൂ, ജീവിക്കാൻ വേണ്ടിയല്ലേ, ചെയ്തോളൂ ചെയ്തോളൂ ചെയ്തോളൂ, പണം ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ വേണ്ടി വെട്ടി നുറുക്കി ഇറച്ചിക്കട നടത്തിക്കോളൂ എന്ന് പറയുന്നത് വലിയ പാതകമല്ലേ? തീർത്താൽ തീരാത്ത പാതകമല്ലേ? അത് ചെയ്യുന്നതിനേക്കാൾ കഷ്ടമാണ് പറഞ്ഞ് ചെയ്യിക്കുന്നത്. അത് ആര് പറയുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആചാര്യ ശ്രേഷ്ഠ സ്ഥാനത്ത് കാണുന്ന ആള് പറയുമ്പോഴോ അതിന്റെ ഭയങ്കരമായ വിപത്തല്ലേ അത്? അവരെന്തിനു വേണ്ടി ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. 21 വട്ടം ഭൂർലോകം എന്ന് പറയുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിൽ ചുറ്റി നടന്ന് ക്ഷത്രിയ നിഗ്രഹം ചെയ്ത് ക്ഷത്രിയന്മാരുടെ അധർമ്മത്തിനെതിരെ ക്ഷത്രിയ ധർമ്മം എന്താണോ യുദ്ധമാണെന്ന് പറഞ്ഞ് ആ യുദ്ധം ചെയ്തുകൊണ്ട് 21 വട്ടം ഭൂർലോകത്തിൽ ചുറ്റി നടന്ന് ക്ഷത്രിയ നിഗ്രഹം നടത്തി ആനന്ദിച്ച പരശുരാമൻ്റെ ആയുധം താഴെ വെപ്പിച്ച് നിത്യ തപസ്സിനായിട്ട് വിട്ട ആ ആത്മരാമൻ്റെ ആ അറിവ് മാത്രം മതി ലോകത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം. അല്ല, അപ്പൊ ഈ അഹിംസക്ക് കൂട്ടുനിൽക്കുന്ന ഇയാൾക്ക് രാമനാമം ജപിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഭസ്മധാരിയായിട്ടിരിക്കാനുള്ള യോഗ്യതയുണ്ടോ? കായുവസ്ത്രധാരിയായിട്ടിരിക്കാനുള്ള യോഗ്യതയുണ്ടോ? രുദ്രാക്ഷമാല ജപിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഇതൊക്കെ പറയാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടവരല്ലേ, ഇല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്തവരല്ലേ? ത്രിപുണ്ഡ്രയെ ധരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ത്രിലോകത്തിലും അറിവില്ലാത്ത ആളുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അറിവുള്ളവരെന്ന് ധരിക്കുന്ന ആളുകൾ ഇത് പറയുന്നത് അറിവില്ലാത്തവർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നൂറിരട്ടി പാതകമല്ലേ? തീർച്ചയായിട്ടും. ഇത് വരും തലമുറയിലെ വിദ്യാർത്ഥികളിലുമൊക്കെ ഇത് വന്ന് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചലനം വളരെ വിപരീതമല്ലേ? ഈ പറഞ്ഞ ശ്രീരാമ സിദ്ധാന്തത്തിനും അല്ലെങ്കിൽ സനാതന ധർമ്മത്തിനും വിപത്തുണ്ടാക്കുന്ന തരത്തിലുള്ള ഓരോ വാക്കുകളല്ലേ ഈ നേതൃഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇത് എങ്ങനെ ശമിപ്പിക്കാൻ പറ്റും? സങ്കടം തോന്നുന്നു. ഇത് ശ്രീരാമ സിദ്ധാന്തത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. ദൈവം എന്താണെന്നുള്ളത് വസ്തുത ജനങ്ങൾ വ്യക്തമായിട്ട് അറിയണം. ദൈവം ഈ പറഞ്ഞ മണ്ണും ജലവും അഗ്നിയും ആകാശവും വായുവുമാണെന്നുള്ള സത്യം മനസ്സിലാക്കണം അല്ലേ? അതെ. അതിന് കാരണമായിരിക്കുന്ന പരബ്രഹ്മവും അതിന് കാരണമായിരിക്കുന്ന ബ്രഹ്മവും അതിന് കാരണമായിരിക്കുന്ന അപരബ്രഹ്മവും ആണ് ദൈവം. അതാണ് ദൈവം. ദിവസത്തിൽ നിന്നാണ് ദൈവം ഉണ്ടാകുന്നത്. ദ്രവ്യത്തിൽ നിന്നാണ്, ആ ദ്രവ്യത്തിൽ നിന്നാണ് ദൈവം ഉണ്ടാകുന്നത്. അവിടെയാണ് ജീവൻ ഉണ്ടാകുന്നത്. ദ്രവ്യമാണ് ദൈവം. മാറ്ററാണ് മദറാകുന്നത്.
മാറ്ററാണ് മദറായി മാറുന്നത്. ഈ സത്യം മനസ്സിലാക്കാതെ ചില ചിത്രങ്ങളിൽ കാണുന്ന രൂപത്തിലുള്ള ദൈവങ്ങളാണ് ദൈവങ്ങളെന്നും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ വേറൊരു തലത്തിലേക്ക് പറഞ്ഞു വിടുന്ന കൊണ്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ അന്ധതയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ട ആഹാര പദാർത്ഥങ്ങൾ നോൺ വെജ് ആണ്, രക്തം കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നും പറഞ്ഞ് ആചാര്യന്മാർ അതും കൊടുപ്പിക്കുന്നു. ഈ വലിയ വേഷഭൂഷാദികളെ കാണിച്ചിട്ട് ഇങ്ങനെ ഹിംസിക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്ന ദേവതാ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിനു മുമ്പിൽ നമ്മൾ വളർത്തിയിട്ടുള്ള പല സംഗതികളെയും പല ജീവനുള്ളതിനെയും കൊണ്ട് ബലി കൊടുത്ത് ഇത് കേമമാണ് അങ്ങനെ കൊടുത്ത് തൃപ്തിപ്പെടുത്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ നടക്കും, നിങ്ങളുടെ നാശവും നിങ്ങൾക്ക് ഇന്നു മുമ്പുണ്ടാകുന്ന പാപങ്ങൾ മുഴുവൻ തീരും ഇങ്ങനെ ചെയ്താലെന്നാണ് പറയുന്നത്. അതെ, അപ്പൊ ഈ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് മുന്നിൽ ആ സാധുജീവിയെ കൊല്ലുമ്പോൾ ഏത് ദൈവമാണോ പ്രസാദിക്കുക? അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കേണ്ടത്? അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കേണ്ടത്? ദ്രവ്യമാണ് ദൈവം. ആ ദ്രവ്യ കലശങ്ങളാടുന്ന ദ്രവ്യശുദ്ധിയുള്ള ഇടങ്ങളാണ്, തീർത്ഥശുദ്ധിയുള്ള ഇടങ്ങളാണ്, തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളിൽ പോവുകയാണ് വേണ്ടത്. അവിടെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ദ്രവ്യവിശേഷത്തെ, ആ ദ്രവ്യശുദ്ധിയെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ശുദ്ധിക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ശരീരത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ആയുസ്സിന് വേണ്ടിയിട്ട്, നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ജീവനാംശത്തിന് വേണ്ടിയിട്ട് കൈനീട്ടി തൊഴുത് വാങ്ങിച്ച് വളരെ ഭക്തിയാൽ പരം ആ ദേശത്തെ സംരക്ഷിക്കുകയാണ്, പൂജിക്കുകയാണ്, പൂജനീയമാക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അതിനെ ക്ഷതമില്ലാതെ സംരക്ഷിക്കുക. അതെ, ആ ക്ഷേത്ര സംവിധാനങ്ങളാണ് ഈ ത്രേത സിദ്ധാന്ത പ്രകാരമുള്ള ഈ ത്രേതദേശത്തെ, അതായത് പ്രേതദേശമാക്കാതെ ത്രേതദേശത്തെ ശൈവ ദൈവ ജൈവ കണങ്ങളാൽ പരിപാലിച്ചുകൊണ്ട് ജീവലോകത്തെ ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയ്ക്ക് കാരണമായിരിക്കുന്ന പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജീവലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷതത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും ത്രാണനെ ചെയ്യിപ്പിച്ച് സർവ്വജീവലോകത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്ര നിലയങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ മാറണമെങ്കിൽ അന്ധവിശ്വാസികളെ പടിയടച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞു കാര്യം കൂടി ഉണ്ടല്ലോ സന്തോഷി, ക്ഷേത്ര ഭരണസമിതി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ക്ഷേത്ര ശുശ്രൂഷക സമിതിയല്ലേ? അതെ, ക്ഷേത്ര സേവക സമിതിയല്ലേ? ഭരണസമിതി, ക്ഷേത്രത്തെ ഭരിക്കാൻ ഇവിടെ ആർക്കും അവകാശം? ഒരിക്കലും. ദൈവത്തെ ഭരിക്കാൻ വേണ്ടി ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഇല്ല. അപ്പോ ദൈവ ഭരണസമിതി എന്നാണ് ക്ഷേത്ര അങ്ങനെ വന്ന് പറയുന്നത്. ദൈവത്തിനെ ഭരിക്കുന്നവര് അല്ലേ? ദൈവം എന്താണെന്ന് അറിയാൻ പാടില്ല, അത് ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ. അപ്പം ക്ഷേത്രത്തിൽ ഭരണസമിതി ഇല്ല. ഭരണസമിതിയിൽ നിന്ന് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിൽ അത് അജ്ഞതയുടെ ഭാഗം. ദൈവം എന്താണെന്ന് മനസ്സിലാക്കി. വിഗ്രഹം ഉൾപ്പെടെ സർവ്വതും ദൈവമാണ്. തൂണിലും തുരുമ്പിലും പുല്ലിലും സർവ്വതിലും കാണാൻ കഴിയുന്നവനാണ് സനാതന ധർമ്മി. ഓരോ ജീവനിലും, നിങ്ങൾ ബലി കൊടുക്കാൻ പോകുന്ന, നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഓരോ ജീവനിലും നമ്മൾ പരമാത്മ ചൈതന്യത്തെയും ജീവാത്മ ശക്തിയെയും എല്ലാം കാണുവാനുള്ള ശേഷി നമുക്കുണ്ടാവണം. അതിനെ ആരാധിക്കാനും സംരക്ഷിക്കുവാനും ചുമതലപ്പെട്ടവനായിട്ടുള്ള മനുഷ്യനായിട്ടുള്ള മെൻഷൻ ചെയ്യാൻ കഴിവുള്ളവനായിട്ട് നമ്മൾ മാറണം. ആ ധർമ്മവ്യവസ്ഥയിലേക്ക്, അതായത് അധർമ്മത്തെ നീക്കുന്ന ധർമ്മവ്യവസ്ഥയിലേക്ക് ജ്ഞാനം കൊണ്ട് മനുഷ്യരെ കരുത്തുള്ളവരാക്കുവാനായിട്ട്, അറിവ് കൊണ്ട് കരുത്തുള്ളവരാക്കാനായിട്ട് നമുക്ക് കഴിയണം. ആ അറിവുള്ളവരായിട്ട് നമുക്ക് മാറി ഈ ധർമ്മത്തിലൂടെ മുഴുവൻ സനാതനധർമ്മം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും, യഥാർത്ഥ സനാതനധർമ്മം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാകാൻ നമ്മൾ ശ്രമിക്കണം. പഠനം ഒരിക്കലും നിൽക്കില്ല, പഠിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഭൂമി എത്ര മനോഹരമാണ്, അപ്പോൾ അതിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. സർവ്വജീവലോകത്തിനെയും അറയ്ക്കാതെ വെറുക്കാതെ നമ്മൾ അതിനെയെല്ലാം സംരക്ഷിക്കുവാനായിട്ട് ചുമതലപ്പെട്ടവരാകണം. അതാണ് സനാതനധർമ്മം. ഈ സനാതനധർമ്മം നാശമില്ലാതിരിക്കട്ടെ. സന്തോഷം.